കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് ഇറങ്ങുന്നു. ഇതിൻ്റെ വൈകാരികമായ ഒരു രംഗം. മഴ പെയ്യുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ സന്ദർശനം നടത്തിയ ശേഷം ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം തുടങ്ങുകയാണ്. ഇപ്പോൾ അലി അക്ബഷയുണ്ട്. അലി അക്ബഷ, മഴയുണ്ട്, അതേപോലെ കണ്ണീരുപോലെ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ നമസ്കരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രചരണരംഗത്തേക്ക് കടക്കാൻ പോകുന്നത്. വളരെ വൈകാരികമായ ഒരു രംഗം കൂടിയാണ്. ഇന്ന് നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു, മരണം വരെയും കോൺഗ്രസിന്റെ പതാക പതിച്ചായിരിക്കും ഞാൻ ഉണ്ടാവുക എന്നുള്ളത് ആര്യാടൻ മുഹമ്മദിന്റെ ആഗ്രഹമാണ്, അതെൻ്റെയും ആഗ്രഹമാണ് എന്ന് ആര്യാടൻ ഷൗക്കത്ത് അല്പസമയം മുമ്പാണ് നമ്മളോട് പറഞ്ഞത് റിപ്പോർട്ടർ ടിവിയോട്. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പ്രചരണത്തിനായി ഇറങ്ങുകയാണ്. വളരെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു അല്ലേ അലി? തീർച്ചയായും അരുൺ, വളരെ വൈകാരികമായൊരു നിമിഷമെന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലെല്ലാം തന്നെ തുടരുന്നത് തൻ്റെ പിതാവിനെ പറ്റിയുള്ള ഓർമ്മയാണ്. പതിറ്റാണ്ടുകളോളം നിലമ്പൂരിനെ നയിച്ച തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ തന്നെയാണ് തന്നെ രാഷ്ട്രീയപരമായി നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനിൽ സന്ദർശനം നടത്തിയ ശേഷം അദ്ദേഹം ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഓട്ടം തുടങ്ങുകയാണ്. അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഖബറിടം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി കാണുന്നുണ്ട്. ഒപ്പം VS ജോയി ഉണ്ട്. ഒരു കുടക്കീഴിൽ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും ഖബറിടം സന്ദർശിച്ചതിന് ശേഷം മടങ്ങുകയാണ്. അലി അക്ബഷ, മാധ്യമങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവാദ വിഷയങ്ങളോട് തൽക്കാലം പ്രതികരിക്കാനില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. ഇപ്പോൾ AP അനിൽകുമാറിൻ്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. AP അനിൽകുമാർ നേരത്തെ PV അൻവറിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. ഈ സമയത്ത് ഇത് പറയാൻ പാടില്ലായിരുന്നു. എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുണ്ട് എന്ന തോന്നൽ ഈ ദൃശ്യങ്ങളിലുണ്ട് അല്ലേ അലി അക്ബഷ? തീർച്ചയായും അരുൺ, ഈ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആദ്യം നിലനിന്നിരുന്ന ചർച്ചകൾ പിന്നീട് അൻവർ രംഗത്ത് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വിവാദ പരാമർശങ്ങളും ചില വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് VS ജോയി ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു കേൾക്കുന്നത്. VS ജോയി ആകുമോ, ആര്യാടൻ ഷൗക്കത്താകുമോ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് UDF-നുള്ളിൽ ഒരു പടലപ്പിണക്കമോ മറ്റേതെങ്കിലും നിലയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്ന നിലയിലുള്ള ചർച്ചകളൊക്കെ വന്നു. പക്ഷേ അതിനെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലയിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്ത് എത്തുന്നതിന് തൊട്ട് മുൻപ് ഇവിടെ മുക്കട പള്ളിയിലെത്തി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത് VS ജോയിയാണ്. ഇപ്പോൾ ഒരേ കുടക്കീഴിൽ പെയ്തു വരുന്ന മഴയിൽ ഒരേ കുടക്കീഴിൽ നിന്നാണ് ഖബർസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. VS ജോയിയും അതുപോലെ ആര്യാടൻ ഷൗക്കത്തും ഈ പറഞ്ഞതുപോലെ വളരെ വൈകാരികമായ ദൃശ്യങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ ഓരോ വാക്കുകളിലും ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ നിലയിൽ തന്നെ പിതാവിൻ്റെ ഖബർസ്ഥാനിലെത്തി അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തെ കണ്ട് ആണ് ഇന്നത്തെ ഈ പ്രചരണ പരിപാടികൾക്ക് ആര്യാടൻ ഷൗക്കത്ത് തുടക്കം കുറിക്കുന്നത്. വളരെ വൈകാരികമായി പെയ്തു തോരുന്ന മഴയ്ക്കൊപ്പം കണ്ണീരും കണ്ട ദൃശ്യങ്ങളായിരുന്നു ഇപ്പോൾ എന്തായാലും ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബർസ്ഥാനിൽ നിന്നും നമ്മൾ കണ്ടത്. എന്തായാലും ഞങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളുമില്ല, ഞങ്ങളുടെ പാർട്ടിയിലൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ഉറച്ചു പറയുന്ന നിലയിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് എന്തായാലും ഇവിടെ പ്രചരണം തുടങ്ങുന്ന ഘട്ടത്തിൽ മുതൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഒപ്പം ചേർന്ന് നിൽക്കുന്നത് VS ജോയിയാണ്. ഒരേ കൂടെ കീഴിൽ ചേർന്ന് നിൽക്കുന്നത് VS ജോയിയാണ്. ഒരുമിച്ച് ഈ മണ്ഡലം പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് പ്രധാനം. അതിൽ വ്യക്തിപരമായ കാര്യങ്ങളില്ല, വ്യക്തിപരമായ തർക്കങ്ങളോ മറ്റൊരു തരത്തിലുള്ള പരാമർശങ്ങളും ഇല്ല എന്ന് ഉറച്ചു പറയുന്നു. എന്തായാലും ഇതിനുശേഷം ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. ഇങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ മാറി കൊടുക്കുക. ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ പ്രതികരണത്തിലേക്ക്.